ഞാൻ പ്രവാസി വ്യവസായിയുമായിട്ട് ഇപ്പം ഇതറിഞ്ഞപ്പോൾ ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഡി മണിയായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇതിനെപ്പറ്റി വളരെ വിശദമായൊരു അന്വേഷണം നടത്തിയാൽ വസ്തുതകൾ കൂടുതൽ പുറത്തു വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എവിടെയാണ് ഈ സ്വർണ്ണം? എവിടെ പോയി? ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ സ്വർണ്ണം എവിടെ? തൊണ്ടി മുതൽ എവിടെ? അത് ഇതുവരെ SIT പറയുന്നില്ലല്ലോ. ഗോവർദ്ധന്റെ കയ്യിലുള്ള 300 ഗ്രാം അല്ലല്ലോ. ആ സ്വർണം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? പ്രവാസി വ്യവസായിയോട് ഇപ്പൊ ഈ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു, അദ്ദേഹം ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നു. അതിനെപ്പറ്റി ഒന്ന് ശരിയായ അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. ഞാൻ ആ വിവരം അവരോട് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അല്ലാണ്ട് ഇതുമായിട്ട് എന്ത് പിന്നെ ബന്ധമുള്ളത്? ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നോട് ഈ പ്രവാസി വ്യവസായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ഞാൻ SITയോട് പറയണം. ഞാൻ പറഞ്ഞു. ഇനി അവർ അന്വേഷണം നടത്തി കണ്ടുപിടിക്കാനുള്ള എനിക്കറിയില്ല എന്താണ്, എനിക്കതിനെപ്പറ്റി അറിയില്ല. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഡി മണിയായിട്ട് ബന്ധമില്ല. പക്ഷേ ഞാൻ ചില സൂചനകൾ നൽകിയത് പരിശോധിച്ചാൽ വസ്തുതകൾ കൂടുതൽ വ്യക്തമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം വേണേൽ കോടതിയിൽ തന്നെ 164 കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വിദേശ വ്യവസായി അല്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ SITയുടെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2 പോലീസ് അസോസിയേഷനിലെ ഇവരുമായി ബന്ധമുള്ള 2 പേരെ നിയമനം തടഞ്ഞു വെച്ചിരുന്നു. അത് ആ നിയമനം വീണ്ടും നടത്തി. അപ്പൊ CPM-മാരുടെ ആഭിമുഖ്യമുള്ള പോലീസ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഇപ്പോഴും SITയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. അതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഞാൻ SITക്ക് കൈമാറി. SIT പ്രവാസി വ്യവസായിയെ വിളിച്ച് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് എന്നോട് പറയുന്നത്. അല്ല, അദ്ദേഹം എന്റെ ആരോപണം അല്ലല്ലോ ഇത്. എന്നോടൊരു നിങ്ങളത് മനസ്സിലാക്കണം. എന്നോടൊരു വ്യക്തി പ്രവാസി വ്യവസായി വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. സാറേ, എനിക്കിത് വെളിയിൽ പറയാൻ പേടിയാണ്, അതുകൊണ്ട് സാർ ഇതെന്തെങ്കിലും ചെയ്യണം. ഞാൻ SIT എടുക്കൽ കത്തെഴുതി. SIT പറഞ്ഞു, വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആളിനെ വിളിച്ച് ചോദ്യം ചെയ്യണം. അയാളുടെ നമ്പരും കൊടുത്തു, പേരും കൊടുത്തു. അവർ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അതിന്റെ അദ്ദേഹം ഇപ്പോഴും അത് ഉറച്ചു നിൽക്കുകയാണ്. ഡി മണിയായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്.